സുഹൃത്തുക്കളെ, ഞാൻ മുനിയർ പുത്തൂപ്പാടം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആതുര സേവന രംഗത്ത് ഞങ്ങളുടെ നാട്ടിൽ അഥവാ കൊണ്ടോട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിനെ കുറിച്ചാണ്. കഴിഞ്ഞ 10 വർഷമായി ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്റർ 10 വർഷമായി നൂറുകണക്കിന് രോഗികൾക്ക് സൗജന്യ ഡയാലിസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനം അതിൻ്റെ 10ാം വാർഷികത്തിൽ പുതിയൊരു സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സ്റ്റെപ്സ്. ആതുര സേവന രംഗത്ത് പുതിയൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് സ്റ്റെപ്സ് എന്ന പേരിൽ പുതിയൊരു സംരംഭം കൂടി ഇന്നലെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചുകൊണ്ട് സ്റ്റെപ്സ് അഥവാ ശിഹാബ് തങ്ങൾ എംപവർമെന്റ് പാലിയേറ്റീവ് സോൺ എന്നറിയപ്പെടുന്ന ഒരു മഹത്തായ സ്ഥാപനം കൊണ്ടോട്ടിയിലെ മുതുവല്ലൂർ വെട്ടുകാട് എന്ന പ്രദേശത്ത് 35 കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിക്കാൻ പോകുകയാണ്. നമുക്കറിയാം, ഈ സ്ഥാപനത്തിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കലും വയോധികരായവരെ സംരക്ഷിക്കലും കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കൽ ഉൾപ്പെടെയുള്ള സേവനങ്ങളെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആതുര സേവന കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിന്റെ കീഴിൽ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെറുതല്ല. ഓട്ടിസം ബാധിച്ച കുട്ടികളും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന നരകയാതനകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത്തരം ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായി 1.5 ലക്ഷത്തിലേറെ പേർക്ക് സൗജന്യ ഡയാലിസ് ചെയ്തു കൊടുത്ത കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിന്റെ കീഴിൽ ഇത്തരം ഒരു സ്ഥാപനം ഉയർന്നു വരുമ്പോൾ അതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു നൽകേണ്ടത് മലയാളികളായ, ലോകത്തെമ്പാടുമുള്ള മലയാളികളായ നമ്മളെപ്പോലുള്ള ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. നമുക്കറിയാം, പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന അനേകം കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരിലേക്ക് ഒരു ആശ്വാസമായി, ഒരു കനിവായി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്റർ ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തുടർന്നും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്റർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന പേര് പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയുന്ന PA ജബ്ബാർ ഹാജി ആണ്, ഈ സെന്ററിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ രാപ്പകലില്ലാത്ത അധ്വാനത്തിന്റെയും വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിന്റെയും ഫലമാണ് ഈ രൂപത്തിലുള്ള വലിയൊരു സെന്റർ കൊണ്ടോട്ടിയിൽ സ്ഥാപിക്കാനും നൂറുകണക്കിന് രോഗികൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി ആ സ്ഥാപനത്തെ മാറ്റി വളർത്തുവാനും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ് അത് സാധ്യമായത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ രണ്ടഭിപ്രായം ഉണ്ടാവില്ല. പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അവരേറ്റെടുത്ത പുതിയൊരു സംരംഭമായ ഈ സ്റ്റെപ്സ് എന്ന ഈ പദ്ധതി അതിവേഗം ലക്ഷ്യത്തിലെത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നല്ല നല്ല വീഡിയോകളും അഭിപ്രായങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ ഇന്നലെ ഫെബ്രുവരി 9-ാം തീയതി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച ഈ പരിപാടിയിൽ ഞാനും പങ്കാളിയായിരുന്നു. വളരെ മനോഹരമായിട്ടായിരുന്നു ഈ പരിപാടി ഇതിന്റെ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിൽ പങ്കാളികളായി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന നേതാക്കൾ ഈ പരിപാടിയിൽ അവരുടെ സാന്നിധ്യം അറിയിച്ച് സംസാരിക്കുകയുണ്ടായി. എല്ലാം കേൾക്കാൻ ഇടയായി. എല്ലാവരും പറയുന്ന ഒരേ കാര്യം എന്നത് ഇത്തരം സേവന കേന്ദ്രങ്ങൾ ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു പ്രധാനമായി എല്ലാവരും സംസാരിച്ചത്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. Mm-hmm.